ഇന്നത്തെ ദിവസം അഹമ്മദാബാദ് ഫ്ലൈറ്റ് ആക്സിഡന്റ് ന്യൂസ് വായിച്ചാണ് തുടങ്ങിയത്. ഉറക്കത്തിനിടയിൽ ബാക്ക് പെയിൻ കൂടിയപ്പോൾ എണീറ്റിരുന്ന് ഫോൺ നോക്കിയതാണ്. പുലർച്ചെ ഇങ്ങനെയൊരു വാർത്ത വിശ്വസിക്കാൻ പറ്റിയില്ല. ഫേക്ക് ന്യൂസ് ആവണേന്ന് മനസ്സിൽ വിചാരിച്ച് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇതൊക്കെ സത്യമായിട്ടുള്ള വാർത്തയാണെന്ന്. അത് കഴിഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും പോലെ തന്നെ എൻ്റെ മനസ്സും നിശ്ചലായി. പിന്നെ നേരം വെളുക്കണ വരെ വാർത്തകളൊക്കെ വായിച്ച് അങ്ങനെ കിടന്നു. 38 വീക്സിന്റെ ഡോക്ടർ അപ്പോയിന്റ്മെന്റിന് പോണല്ലോ എന്ന് ഓർത്ത് വേഗം റെഡിയായി. മോൻ ഉറക്കത്തിലായോണ്ട് ഇന്ന് അവനെ വീട്ടിൽ വിട്ടിട്ട് പോവാം എന്നോർത്തു. കഴിഞ്ഞ ആഴ്ചയിലെ പോലെ തന്നെ അൾട്രാസൗണ്ട് സ്കാനിങ്, നോൺ സ്ട്രെസ് ടെസ്റ്റ്, പിന്നെ ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റും എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേനും ഉച്ച കഴിഞ്ഞിരുന്നു. മോൻ എണീറ്റ് റെഡിയായി ഭക്ഷണമൊക്കെ കഴിച്ചു എന്ന് ജമീനൻ മങ്കു പറഞ്ഞു. വീണ്ടും വാർത്തകൾ കണ്ട് പരസ്പരം ജീവിതത്തെപ്പറ്റി സംസാരിച്ച് നെഞ്ചിനുള്ളിൽ വലിയൊരു കനം കൂടിക്കൂടി വന്നു. നമ്മൾ ഉറക്കം ഉണർന്ന് എണീക്കണ എല്ലാ ദിവസങ്ങൾക്കും നന്ദി ഓർത്ത് നമ്മളെ സ്നേഹിക്കുന്ന ആളുകളുടെ കൂടെ നമ്മുടെ സ്നേഹവും സമയവും പങ്കുവെച്ച് പരസ്പരം ക്ഷമിച്ച് സ്നേഹം ഉള്ളിനുള്ളിൽ ഒളിപ്പിച്ചു വെക്കാതെ പരമാവധി പ്രകടിപ്പിച്ച് എല്ലാ ദിവസവും മുന്നോട്ട് പോകണമെന്ന് വീണ്ടും ഓർമ്മിപ്പിച്ച് ഈ ദിവസം മുന്നോട്ട് പോവാണ് ഞങ്ങൾ. ഈ ഒരു സത്യം ഒരു പേടി പോലെ എന്നും നെഞ്ചിൽ കൊണ്ട് നടന്ന് അത് മാറാനായി തെറാപ്പി വരെ പോണെന്ന് പ്ലാൻ ചെയ്ത ഒരാളാണ് ഞാൻ. പക്ഷെ ഇന്ന് വീണ്ടും തോന്നി ആ പേടി ശരിക്കും നല്ലത് തന്നെയാണ്. ജീവിതത്തിലെ ഓരോ നിമിഷവും എന്തൊരു ഭാഗ്യമാണ് നമ്മുടെ. അതിനേറ്റവും മൂല്യം ഉണ്ടാവണത് നമ്മൾ സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോഴാണ്. NN കക്കാടിൻ്റെ സഫലമീ യാത്രയിലെ വരികൾ കുറേ വർഷങ്ങളായി എന്നും എൻ്റെ മനസ്സിൽ ഞാൻ കൂടെ കൊണ്ട് നടക്കുന്നതാണ്. കാലം ഇനിയും ഉരുളും, വിഷു വരും, വർഷം വരും, തിരുവോണം വരും, പിന്നെ ഓരോ തളിരിനും പൂവും കായും ഒക്കെ വരും. അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. കേട്ട പണ്ട് തുടങ്ങിയേ എൻ്റെ മനസ്സിലുള്ള ആ പേടീനെ ഭംഗിയായിട്ട് എപ്പോഴെപ്പോഴും ഓർത്തു വെക്കാൻ എളുപ്പത്തിലുള്ള ഈ വരികൾ ഓർത്താണ് ഞാൻ ഇന്നും ജീവിക്കാറ്. സമയം തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ആ സമയം ഏറ്റവും മഹത്തരാവണത് നമ്മൾ സ്നേഹിക്കുമ്പോഴും സ്നേഹിക്കപ്പെടുമ്പോഴൊക്കെയാണ്. ഇന്ന് ഈ നിമിഷം അത് മാത്രം മനസ്സിൽ ഓർത്തുകൊണ്ട് ഇനി പിന്നെ കാണാം. ബൈ ബൈ.